2023 ആരംഭിച്ച സംഘർഷം ഇന്നും കനലെരിയാതെ കത്തുകയാണ് മണിപ്പൂരിൽ. ശത്രു സൈന്യത്തെ പോലെ ഇരുവിഭാഗങ്ങൾ മണിപ്പൂരിൽ ഏറ്റുമുട്ടുന്നു. സ്ത്രീകളും കുഞ്ഞുങ്ങളും അടക്കം ഇരകളാകുന്നു. സംഘർഷത്തിൽ ഇതുവരെ കൊല്ലപ്പെട്ടത് 258 പേർ. 40,000-ഓളം ആളുകൾക്ക് വീടുകൾ നഷ്ടപ്പെട്ടു എന്നാണ് പറയുന്നത്. മണിപ്പൂരിൽ സംഭവിക്കുന്നത് എന്താണ്? മണിപ്പൂരിൽ നിന്ന് ചോരയുടെ മണമാണ്. കണ്ണുനീരിന്റെയും ദയനീയതയുടെയും കാഴ്ചകളാണ് അധികവും. മുഴങ്ങിക്കേൾക്കുന്നതിലേറെയും ഉറ്റവരെ നഷ്ടപ്പെട്ട ഹൃദയം നുറങ്ങുന്ന നിലവിളികളും പ്രതിഷേധങ്ങളുടെ ശബ്ദവും. ഉള്ളുലയ്ക്കുന്ന കാഴ്ചകളാണ് മണിപ്പൂരിൽ ഇന്ന് അധികവും. നിസ്സഹായതയുടെ മുഖങ്ങൾ, ആശങ്കയുടെ നിലവിളികൾ. മെയ് 3 കുക്കി മെയ്തേയ് വിഭാഗങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങളുടെ തുടക്കം. മെയ്തേയ് വിഭാഗക്കാർക്ക് പട്ടികവർഗ പദവി നൽകണമെന്ന ആവശ്യം ഉയർന്നതാണ് കാരണം. 2024 നവംബറിൽ മെയ്തേയ് വിഭാഗത്തിലെ ഒരു കുടുംബത്തിലെ 6 പേരുടെ കൊലപാതകത്തിന് പിന്നാലെ മണിപ്പൂർ വീണ്ടും ഇതാ സംഘർഷഭൂമിയായി മാറി. 2 വയസ്സുള്ള കുഞ്ഞടക്കം 3 കുട്ടികളുടെയും 3 സ്ത്രീകളുടെയും മൃതദേഹങ്ങൾ ജിരി നദിയിൽ നിന്നാണ് കണ്ടെത്തിയത്. പാടത്ത് പണിക്കിറങ്ങിയ കർഷകർക്ക് നേരെയും ആക്രമണങ്ങളുണ്ടായി. 2023 മെയ് 3 മുതൽ 258 പേർ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടുവെന്നാണ് ഔദ്യോഗിക കണക്കുകൾ. 40,000 പേർക്ക് വീടുകൾ നഷ്ടമായി. 10,000-കണക്കിന് പേർ പലായനം ചെയ്തു. ഗ്രാമങ്ങൾ അഗ്നിക്കിരയായി. ആരാധനാലയങ്ങൾക്ക് നേരെയും ആക്രമണങ്ങളുണ്ടായി. ഇന്റർനെറ്റ് സേവനങ്ങൾക്ക് നിരോധനം ഏർപ്പെടുത്തി. സ്കൂളുകൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിട്ടു. ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്നത് 50,000-ഓളം പേർ. ആക്രമണത്തിനിരയായ ഗർഭിണികൾക്കായി പ്രത്യേകം ക്യാമ്പുകൾ സർക്കാർ ഒരുക്കിയിട്ടുണ്ട്. हम लोग पहले भागने के टाइम तो हम लोग बर्मा में भागा. अभी मैं 9 मंथ और इधर डॉक्टर आके चेकअप वेकअप सब करता है. हाँ, बाहर तो थोड़ा घूमना फिरना थोड़ा प्रॉब्लम है ना. अभी बाहर नहीं जा सकता है दूर दूर तक ना. ऐसे इधर आसपास तो घूम सकते हैं, थोड़ा दूर नहीं जा सकते. സ്ത്രീകൾക്കും കുട്ടികൾക്കും നേരെയുള്ള അതിക്രമങ്ങൾ തടയണം, അക്രമികൾക്കെതിരെ നടപടിയെടുക്കണം തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് തലസ്ഥാനമായ ഇംഫാലിലടക്കം പ്രതിഷേധമിരമ്പുകയാണ്. MLA-മാരുടെയും മന്ത്രിമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണങ്ങളുണ്ടായി. പോലീസ് സ്റ്റേഷനുകളടക്കം അക്രമികൾ കൈക്കലാക്കി. അതിർത്തികളിൽ ഓരോ വിഭാഗത്തിന്റെയും വോളണ്ടിയർമാരുടെ പരിശോധന. ഒരു മേഖലയിലുള്ളവർക്ക് മറുവശത്തേക്ക് പ്രവേശനമില്ല. കേന്ദ്രസേനയുടെ 288 കമ്പനികൾ മണിപ്പൂരിൽ സുരക്ഷയുറപ്പാക്കാനായി വിന്യസിച്ചിട്ടുണ്ട്. ക്രമസമാധാനം പുനഃസ്ഥാപിക്കാൻ കഴിയുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് സർക്കാർ. പോപ്പി കർഷകർക്കെതിരെ കടുത്ത നടപടിയെടുക്കാനും സർക്കാർ തീരുമാനിച്ചു. മുഖ്യമന്ത്രി രാജിവെക്കണമെന്നുൾപ്പെടെയുള്ള ആവശ്യമുന്നയിച്ച് പ്രതിപക്ഷവും നിലപാട് കടുപ്പിച്ചിരിക്കുകയാണ്. മണിപ്പൂരിലെ ആക്രമണങ്ങൾക്കും സംഘർഷങ്ങൾക്കും അറുതിയുണ്ടാകണം. സമത്വവും സാഹോദര്യവും വീണ്ടെടുക്കണം. മണിപ്പൂരിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രതീക്ഷയോടെ മടങ്ങുകയാണ്. ക്യാമറാമാൻ ജിജീന്ദ്രനൊപ്പം വിനീത VG 24.